നമ്മുടെ ഭാഷയുടെ സാഹിത്യത്തിൻ്റെ സൗഭാഗ്യമാണ് ശ്രീ MT വാസുദേവൻ നായർ. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്നുള്ളത് ഒരു ശൈലി മാത്രമല്ലെന്ന് കൈവച്ച രംഗത്തെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഈ മഹാപ്രതിഭാശാലി തെളിയിച്ചു. കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ ഭിന്ന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ശ്രീ MTയുമായി നമുക്ക് അല്പസമയം സംസാരിക്കാം. സാധാരണ ഇൻ്റർവ്യൂവിൻ്റെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വർത്തമാനകാല പ്രസക്തിയുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് നാം അദ്ദേഹത്തെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 10-32 വർഷമായിട്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ വാസുവേട്ടനെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആദ്യകാലത്തെ MTയിൽ നിന്ന് ഇപ്പോഴത്തെ MTയിൽ എത്തുമ്പോൾ എനിക്ക് കുറേയേറെ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. ആദ്യകാലത്ത് വളരെയേറെ അന്തർമുഖനായിരുന്നു. പല പൊതുകാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ പിന്നിൽ നിന്ന് സഹായിക്കുകയും വേണ്ടതൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ട് എന്നല്ലാതെ രംഗത്ത് അങ്ങനെ പരസ്യമായി വരാറുണ്ടായിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് വളരെയേറെ പൊതുകാര്യങ്ങളിലും അതുപോലെ ജനകീയ പ്രവർത്തനങ്ങളിലുമൊക്കെ MT സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ആ പഴയ MTയിൽ നിന്ന് പുതിയ MTയിലേക്കുള്ള ഈ ദൂരം അതിനെ സ്വയം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ അന്തർമുഖത്വം എന്നൊക്കെ പറയണത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നടക്കുന്ന ഒരു ഭാവത്തിനാണ്. ഈ സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരാളും പലപ്പോഴും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഉള്ളിലെ നിറകളും പതകളും നോക്കിക്കൊണ്ട് തന്നെയാണ് നടക്കുക. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്ന കാര്യങ്ങളിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ചു. ഉദാഹരണത്തിന് 57-ൽ ഞാൻ കോഴിക്കോട്ട് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴാണ്, 1 വർഷം കഴിഞ്ഞിട്ടില്ല, ഇവിടെ വളരെ വലിയ തോതിൽ ഒരു കലോത്സവം നടന്നു. ആ കലോത്സവത്തിൽ വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാം കൺവീനറായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഈ പൊന്നാനി കലാസമിതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു പശ്ചാത്തലം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം വന്നപ്പോൾ അത് ഏറ്റെടുത്തു. അപ്പം അങ്ങനെ എനിക്ക് താല്പര്യമുണ്ട്, എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അന്നും ഞാൻ ഇടപെട്ടിരുന്നു, ഇന്നും ഇടപെടുന്നു. ഈ ഉള്ളിലേക്ക് നോക്കി നടക്കുക എന്നുള്ള സ്വഭാവം മാറ്റി നിർത്താൻ പറ്റില്ല. അത് ഏതൊരു എഴുത്തുകാരനെ അല്ലെങ്കിൽ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം അകത്ത് എന്തെങ്കിലും നരയും പതയും ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കിക്കൊണ്ട് ഒരു വശത്ത്, മറുവശത്ത് ഇങ്ങനത്തെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്ന് തോന്നുമ്പോൾ ചെയ്യാം. അപ്പോൾ ഏതായാലും അന്നത്തേനേക്കാൾ ഒരു സജീവമായ മുഖം ഇന്നുണ്ട് എന്ന് തീർച്ചയായും പറഞ്ഞൂടെ? ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തുഞ്ചൻപറമ്പ്, ഇത് അവിടുത്തെ പദ്ധതികളൊക്കെ ഇന്ന് ശരിക്കും ആ ഒരു സ്വപ്നം ഇങ്ങനെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് യാഥാർത്ഥ്യമായി എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ്. യഥാർത്ഥത്തിൽ വാസുവേട്ടൻ ഈ തുഞ്ചൻപറമ്പുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ ഇത് ഇത്രയും വലിയ ഒരു സംഗതിയായി മാറുമെന്ന് വിചാരിച്ചിരുന്നോ? അല്ല, അതിൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അന്ന് ആദ്യകാലത്ത് ഇതിന് ഈ തുഞ്ചൻപറമ്പ് ഒരു സ്മാരകമാക്കണം, സ്മാരകമായിട്ട് നിലനിർത്തണം എന്നാഗ്രഹിച്ചിട്ട് വളരെയധികം അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് എൻ്റെ പഴയ പത്രാധിപരായിരുന്ന KP കേശവൻ. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിലാണ് ആ സ്ഥലം ഗവൺമെൻറ് വിലയ്ക്ക് വാങ്ങിയതൊക്കെ. അപ്പോൾ ആ കാലത്തെ കമ്മിറ്റിയിലും ഞാനുണ്ടായിരുന്നു. അന്ന് വളരെ മുതിർന്ന ആളുകളാണ് അതിലുണ്ടായിരുന്നത്. എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ KP കേശവമേനോൻ തയ്യാറായത് അദ്ദേഹത്തിൻ്റെ ഈ കത്തലപാടുകൾ നടത്താനും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനും ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ, ഞാനന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സബ് എഡിറ്ററാണ്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതായത് ഒരു സാംസ്കാരിക സ്ഥാപനം എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം പ്രത്യേകം അത് എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള എഴുത്തുകാർ വരികയും താമസിക്കുകയും നമ്മുടെ ആളുകൾ ഗവേഷണം നടത്തുകയും
എല്ലാ എഴുത്തുകാരും തമ്മിലുള്ള ഒരു സാഹിത്യ സൗഹൃദം ഉണ്ടായിത്തീരുകയും ഒക്കെ ചെയ്യണം. അതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം അന്നേ എഴുതി വച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പിന്നെ ഞാനത് 8 വർഷത്തിനപ്പുറത്ത് ഞാനതിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ അത് എല്ലാവരും കൂടി സഹായിച്ചാൽ നാട്ടുകാരുടെ സഹായം പ്രധാനമായിട്ടൊന്ന്, പിന്നെ പൊതുവെ പുറമേയുള്ള ആളുകളുടെ സഹായം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ ധാരാളമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലധികം സഹകരണവും സഹായം വന്നു. അതുകൊണ്ടാണ് ചെറിയ സംഘങ്ങളിൽ നിന്നും വലിയ വ്യക്തികളിൽ നിന്നും വലിയ സ്ഥാപനങ്ങളിൽ നിന്നും ചെറിയ കൂട്ടായ്മകളിൽ നിന്നൊക്കെ ആയിട്ട് ധാരാളം അതിനാവശ്യമായ ഫണ്ടുകൾ വന്നു. അപ്പം മിക്കവാറും നമ്മൾ ആ മനസ്സിൽ സങ്കല്പിച്ച അദ്ദേഹം വന്ന് സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം ലിറ്റററി മ്യൂസിയം ഒഴികെ അതും പണി നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം പൂർത്തിയായി എന്ന് പറയും. ഈ പൊതുവേ ഈ തുഞ്ചൻ പറമ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് പിന്നെ സഹായം ഉണ്ടായതായിട്ടും പ്രതീക്ഷിച്ച സോഴ്സുകളിൽ നിന്ന് ഇല്ലാതിരിക്കുകയും ചെയ്യുക, അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ എഴുത്തുകാരെല്ലാവരെയും കൂടിയിട്ട്, എഴുത്തുകാരുടെ എല്ലാവരുടെയും കൂടിയിട്ട് ഒരു സംഭാവനയായിട്ട് അന്ന് ഡി സി ജീവിച്ചിരിക്കുന്ന കാലമാണ്. അവരുടെ റോയൽറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുത്തുകാരെ കൊണ്ട് എഴുതിച്ചിട്ട് ഒരു സംഭാവന കൊള്ളുന്നതെന്ന് എഴുത്തുകാരിൽ നിന്നുണ്ടായിട്ട് അപ്രതീക്ഷിതമായ സംഭാവന, ചെറിയ ചെറിയ സംഭാവന. ഉദാഹരണത്തിന് കോഴിക്കോടിൻ്റെ അടുത്തുള്ള ഒരു ഹാൻഡിക്യാപ്ഡ് കുട്ടികളുടെ, അന്ധരും ബധിരരും ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അപ്പുറത്താണ്. ആ കുട്ടികളുടെ ഒരു ചെറിയ കലാപരിപാടിയുണ്ട്, അത് അവതരിപ്പിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് PK ഗോപി വന്ന് പറഞ്ഞു. ശരി, അവർ കൊണ്ടുവരിക, അവർക്കൊരവസരം കൊടുക്കുക എന്ന് പറഞ്ഞ് ഈ കുട്ടികൾ ഒരു വാനിൽ സംഘമായി വന്ന് അവരുടെ അതിൽ കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്, അവരുടെ നൃത്തവും പിന്നെ സംഗീതവും ഒക്കെ അവിടെ അവതരിപ്പിച്ചു. 1 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം. ഞാനതിന് കെടാവിളക്കുകൾ, ഈ ജീവിതത്തിൽ എന്ത് തന്നെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ശരി, ഇരുട്ടിൽ ചില കെടാവിളക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർ, അങ്ങനെ ഒരു പേരാണ് കൊടുത്തത്. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഈ കുട്ടികളെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഇവിടെ ഒരു അവസരം വരുന്നു എന്ന് അറിഞ്ഞ മുതൽക്ക് അവർ കുറച്ച് പണം ശേഖരിക്കാൻ തുടങ്ങി. അവിടെ സ്റ്റേജിൽ വെച്ചിട്ട് എനിക്ക് പണം തന്നു. അപ്പോൾ അതേപോലെ ഒരു കുട്ടി അതേപോലെ തന്നെ കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥ പ്രസിദ്ധീകരിച്ചു, അതിനെനിക്ക് 100 രൂപ കിട്ടി, അത് ഞാനിവിടെ തരുന്നു. ഞാനുണ്ടായിരുന്നില്ല ഓഫീസിൽ. അപ്പോൾ അതായിരുന്നു പശ്ചാത്തലം. ഞാൻ ആ റെസീറ്റ് നോക്കിയപ്പോൾ പറഞ്ഞു. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായ ഈ സംഭാവനകൾ, ചെറുതും വലുതായിട്ടുള്ള സംഭാവനകൾ ഒക്കെ വന്നിട്ടുണ്ട്. ആരും എന്നെ അങ്ങനെ നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല. വെളിയിലൊക്കെ പോകുമ്പോഴും അവരൊക്കെ സംഭാവനകൾ തന്നിട്ടുണ്ട്. യാദൃശ്യമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരു സമയത്ത് UAE ഉണ്ടായിരുന്നല്ലോ. അന്ന് വാസുടൻ അവിടെ അബുദാബിയിൽ ആളുകളെ വിളിച്ചു കൂട്ടുകയും ഈ സംഭാവന പിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഉള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു വലിയ പ്രസ്ഥാനമാണ്, ഒരു ത്രില്ലായിട്ട് അത് ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. അതിനെ സഹായിക്കാനും ആളുകളുണ്ട്. ഇപ്പോൾ UAE പ്രത്യേകിച്ച് അവിടുത്തെ മലയാളികൾ ഞാനിങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു. നമ്മളാളുകളെ വിളിക്കാൻ നിൽക്കണ്ട, MT വന്നിരിക്കുന്ന ഇങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചില ആളുകളെ വിളിച്ചു കൂട്ടുന്നു, ഒരു അത്താഴം ഒരുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ വിഷയം പറയുന്നു, അവിടെ വെച്ചിട്ട് ചില വാഗ്ദാനങ്ങൾ വരുന്നു. അതൊക്കെ അവിടെ തന്നെയുള്ള ഒരു വാഗ്ദാനങ്ങളായിട്ട് അത് പോകുന്നില്ല. അവിടെ തന്നെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അവരുടെ നിന്നൊക്കെ കാശ് സംഘടിപ്പിച്ച് നമുക്കിവിടെ എത്തിച്ചു തരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ ചിലയിടത്ത് പറഞ്ഞു, ഞാൻ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ സംഖ്യകളല്ല, ഒരു ഷെൽഫിൽ വെക്കാനുള്ള പുസ്തകങ്ങൾ വാങ്ങാനുള്ള പണം നിങ്ങളത്. അങ്ങനെയാണ് ലൈബ്രറിയൊക്കെ ഉണ്ടായത്. ഈ തുഞ്ചൻ പറമ്പിനെ പറ്റി പറയുമ്പോൾ ഇതിന് മറ്റൊരു ആംഗിളിലൂടെയും കൂടി നോക്കിക്കാണാവോ എന്ന് എനിക്കൊരു സംശയം. അതായത് ഇപ്പോൾ നമ്മൾ ധാരാളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇതിന് തടയിടുക, അത് അങ്ങനത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റുമോ? അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. നമ്മുടേതായിട്ടുള്ള
അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഷയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ കലാരൂപങ്ങളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ അഭിരുചികളെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെ ഇങ്ങനത്തെ ചില സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഭാരതപ്പുഴയുടെ വക്കത്താണല്ലോ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പുഴയെ പറ്റി ഒരുപാട് എഴുതിയ ആളാണ്. ഇന്നിപ്പോൾ പുഴയില്ല. കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ പുഴയിലൂടെ പുഴയുടെ വക്കത്ത് കൂടെ വരുമ്പോൾ പുഴയുടെ നടുവിൽ മുഴുവൻ കാട്. ഭാരതപ്പുഴ മിക്കവാറും മരിച്ചു കഴിഞ്ഞിരിക്കും. പഴയ കാലത്ത് ഭാരതപ്പുഴയിൽ എപ്പോഴും കൊല്ലത്തിൽ ഒരു 2 തവണയെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാകും. ചിലപ്പോൾ കർക്കിടക മാസത്തിൽ, അല്ലെങ്കിൽ തുലാവെള്ളത്തിൽ മലവെള്ളം വരിക എന്നാണ് പറയാം. അപ്പോൾ ഈ പുഴയുടെ ഇരുവശത്തും സാധാരണ എവിടെയും ഏത് കാലത്തും വെള്ളപ്പൊക്കമുണ്ടാകും എന്ന് കരുതുന്ന പുഴകളുടെയൊക്കെ ഇരുവശത്തുള്ള കുറേ സ്ഥലം ഒഴിച്ചുവിടും. അതിന് ഇംഗ്ലീഷിൽ ഫ്ലഡ് ലാൻഡ് എന്ന് പറയും. ഈ സ്ഥലം ഒഴിച്ചു വിട്ടിട്ടാണ് കൃഷി നടത്തുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പുഴയുടെയും എൻ്റെ വീടിൻ്റെയും ഇടയ്ക്ക് ഒരു 4 വയലുണ്ട്. ഇതിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ മലവെള്ളത്തിൽ ഞങ്ങളുടെ പടി വരെ വെള്ളം വരും, വീട്ടിനകത്തേക്ക് കയറില്ല. അപ്പോൾ ഈ പടിക്കൽ നിന്ന് ഞാൻ കുളിച്ചിട്ടുണ്ട്. അതിന് ശേഷമൊന്നും മലവെള്ളം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒഴിഞ്ഞ സ്ഥലം വിട്ട് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിഞ്ഞു പോയാൽ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ധാരാളമായിട്ട് ഈ മലവെള്ളം കൊണ്ടുവന്ന ചേടി, മണ്ണ് ഇതൊക്കെ വീഴും. ഇതൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇതൊക്കെ പിന്നീട് കൃഷിക്ക് ഉപയോഗിക്കും. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ അത്യാർത്ഥി കൊണ്ട് എന്തായിച്ചാൽ ഈ ഒഴിച്ചു വിട്ടിരുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയ്യേറി. പുഴയുടെ വക്കത്ത് തന്നെ കൊണ്ടുപോയിട്ട് ചില വീടുകൾ വെച്ചു കയ്യേറിയിട്ട്. അപ്പോൾ പിന്നീടൊരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒലിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല, ഒരു കൺസെപ്റ്റ്, ഒരു ആശയം എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് തന്നെ വസുധൈവ കുടുംബകം എന്ന് പണ്ട് പറഞ്ഞിരുന്നതാണ്. ഇന്ത്യയുടെ തന്നെ ഒരു തത്വശാസ്ത്രമായിരുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിലെ മനുഷ്യരാശി മുഴുവൻ സുഖമായിരിക്കണം. അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇന്ന് നടക്കുന്ന ഗ്ലോബലൈസേഷൻ. ഇന്നത്തെ ഗ്ലോബലൈസേഷൻ ഒരു വ്യാപാരവൽക്കരണമാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവായിട്ട് എനിക്ക് കിട്ടിയത് 98-99 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഈ അവികസിത രാജ്യങ്ങളിൽ ഈ വിവരസാങ്കേതിക വിപ്ലവം തുടങ്ങിയിട്ടുള്ളവയെ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതൊക്കെ വികസിച്ച രാജ്യങ്ങളിൽ ധാരാളമുണ്ട്, അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിയാൽ മതി എന്ന് തന്നെ എടുത്തു പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വിപണികളായിട്ട് കാണുക. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ മാത്രമല്ല, മറ്റു പലതിൻ്റെയും വിപണികളായിട്ട് അവികസിത രാജ്യങ്ങളോ അല്പവികസിത രാജ്യങ്ങളോ കണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ഈ ഗ്ലോബലൈസേഷൻ്റെ പേരിൽ നടക്കുന്നത്. അപ്പോൾ ഇതിന് തടയണ കെട്ടുക എന്ന് പറയുന്നത്, നമ്മൾ ആ മലവെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോയി നമ്മുടെ കൃഷിയിടങ്ങളും നമ്മുടെ പാർപ്പിടങ്ങളും മുങ്ങിപ്പോകാതെ, പഴയ കാലത്ത് മലവെള്ളത്തിൽ നിന്ന് എങ്ങനെ ഗ്രാമക്കാർ അവരുടെ സ്വത്തിനെയും അവരുടെ വീടുകളെയും അവരുടെ കൃഷിയെയും എങ്ങനെ രക്ഷിച്ചിരുന്നു, ആ രീതിയിൽ നമ്മൾ കരുതലോടുകൂടി ഇരുന്നിട്ടില്ലെങ്കിൽ ഈ മഹാപ്രവാഹത്തിൻ്റെ ഉള്ളിൽ നമ്മുടേതായ പലതും നഷ്ടപ്പെട്ടു പോകും. കുറച്ച് കഴിഞ്ഞാൽ ഭാഷയില്ലാതാകും, നമ്മുടേതായ കലാരൂപങ്ങളില്ലാതാകും, അതൊന്നും കാണാൻ ആളുണ്ടാവില്ല. ഈ ഗ്ലോബലൈസേഷൻ നമ്മളിപ്പോൾ പറയുമ്പോഴേ, ഇപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജ്, ഇപ്പോൾ വസുധൈവ കുടുംബം എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജ്, അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴേ നമ്മുടെ ഈ കലയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിന് അത് എന്തെങ്കിലും ചെറിയ മാനങ്ങൾ, പുതിയ മാനങ്ങൾ സൃഷ്ടിച്ചുകൂടാ എന്നുണ്ടോ? നമ്മളതിനെ എതിർക്കുമ്പോൾ തന്നെ അതിന് അഭികാമ്യമായ അങ്ങനത്തെ ചില വശങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള നല്ല വളക്കൂറുള്ളത് നമ്മൾ സ്വീകരിക്കാമെന്ന് പഴയ മലവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഗ്രാമീണർ പഠിച്ചിരുന്നല്ലോ. അതേപോലെ ഇപ്പോൾ വിവരസാങ്കേതിക വിപ്ലവം, നമുക്കതൊന്നും മാറി നിൽക്കാൻ പറ്റില്ല. ഇൻ്റർനെറ്റ്, ഇമെയിൽ തുടങ്ങിയതിലൊക്കെ ജീവിതത്തിൻ്റെ, സെല്ലുലർ ഫോൺ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇന്നിപ്പോൾ നാടൻ കൃഷിക്കാരനോട് ചോദിക്കുക, അയാൾ പറയും നല്ലതാണെന്ന് പറയും. കുറേ പേര് പറയും നല്ലതാണ്, കാരണം ഞങ്ങളുടെ വിഭവങ്ങൾക്കൊക്കെ കൂടുതൽ ഒരു പക്ഷേ വില കിട്ടിയേക്കാം കുറേ പുറത്തൊക്കെ മാർക്കറ്റ് ചെയ്യാൻ. നേരെ മറിച്ച് എൻ്റെ നാട്ടിലെ ആയുർവേദ വൈദ്യനോട് ചോദിച്ചപ്പോൾ ആകെ കുഴപ്പമാണ്. കാരണം നമ്മളിവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ചെടികളും മരുന്നുകളും ആയുർവേദ മരുന്നുകളൊക്കെ വേറെ ആരുടെ കയ്യിൽ പാറ്റൻ്റ് എത്തിയിട്ട് നമുക്കതൊന്നും ചികിത്സിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമോ, അയാളുടെ ഉത്കണ്ഠ ഒരു വശത്തുണ്ട്. അപ്പോൾ ഈ കലാരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തിൻ്റെ കാര്യത്തിൽ അതിലേറ്റവും വലിയ പ്രശ്നം വരും. അവരടിച്ചേൽപ്പിക്കുന്ന സാധനങ്ങൾ ആസ്വദിച്ചിട്ട് ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് കലയുള്ളൂ
എന്നുള്ളൊരു നിലയിലേക്ക് വന്നു ചേരുക. അതിപ്പോൾ നമ്മുടെ നാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മൈക്കൽ ജാക്സൻ്റെ പാട്ടുകൾ ഇവിടെ പ്രചാരത്തിൽ വന്നു. മൈക്കൽ ജാക്സൺ ലോകം മുഴുവൻ അറിയുന്ന പോപ്പ് ഗായകൻ, പ്രശസ്തൻ. മൈക്കൽ ജാക്സൻ്റെ ഈ സോങ് വീഡിയോസ്, ഈ ഗാനം ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോസ് ഇവിടെ ധാരാളമായി പ്രചരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ സിനിമയിലെ ഗാന ചിത്രീകരണം പോലും മാറി. ഒരു ഗാനം, ഒരു വരി വരുന്നു, 20 ആണുങ്ങൾ വരുന്നു, 3 സെക്കൻഡ് കഴിയുമ്പോൾ അവരുടെ വേഷം മാറുന്നു, പിന്നെ 20 പെണ്ണുങ്ങൾ വരുന്നു, പിന്നെ അവിടെയുള്ളത് അഭ്യാസ പ്രകടനങ്ങൾ കാണുന്നു. ഇതാണ് ഗാനം എന്നുള്ളൊരു സങ്കല്പത്തിലെത്തിയത് ഈ മൈക്കൽ ജാക്സൻ്റെ വീഡിയോസ് ഇവിടെ വന്നിട്ടാണ്. മഡോണയുടെ വീഡിയോസ്, മൈക്കൽ ജാക്സൻ്റെ വീഡിയോസ്, അതൊന്നും തെറ്റ് എന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ ഇതൊക്കെയാണ് ശരി എന്നുള്ളൊരു ധാരണയിൽ. അപ്പോൾ ഒരു സോങ് ചിത്രീകരിക്കണമെങ്കിൽ ഇന്ന രീതിയിലൊക്കെ വേണം. കാരണം അവിടെ ഒരു മാതൃക കണ്ടുപിടിച്ചു. അത് ഹിന്ദിക്കാരനെടുത്തു, ഹിന്ദിക്കാരൻ്റെ നിന്ന് തെലുങ്കിനെടുത്തു, അവിടുന്ന് തമിഴിനെടുത്തു, തമിഴിൽ നിന്ന് മലയാളിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ധാരണകളെല്ലാം മാറിപ്പോകുന്നു ആസ്വാദനത്തിൽ. പിന്നെ സാഹിത്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചെറിയ പ്രാദേശിക ഭാഷകളിലുള്ള കൃതികൾ അവിടെ എത്തിച്ചേർന്നാൽ നല്ലത്. എത്തിച്ചേരണമെന്ന് നിയമമൊന്നുമില്ല. എത്ര സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടല്ല ഒരു സാഹിത്യത്തിൻ്റെ ഊർജവും അതിൻ്റെ ആത്മാവും നിലകൊള്ളുന്നത്. ചെറിയ ആളുകൾ, ചെറിയ ജനസംഖ്യ സംസാരിക്കുന്ന ഭാഷകൾ സജീവമായിട്ടൊന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. ഇന്ന് അടിപൊളി പാട്ടുകളാണ് നമ്മുടെ പുതിയ കുട്ടികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു പ്രതിരോധം എന്നുള്ള നിലക്ക് ഇപ്പോൾ വാസുട്ടനൊക്കെ ഇപ്പോൾ അസുരവിത്തിൽ, ഇപ്പോൾ കുന്നത്തൊരു കാവുണ്ട് തുടങ്ങിയ നാടൻ പാട്ടുകൾ, അതുപോലെ പാട്ടിൻ്റെ രംഗത്ത് തന്നെ പല പരീക്ഷണങ്ങളും സിനിമയിൽ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ശരിക്ക് നമ്മുടെ ജനറേഷനെ ആകർഷിക്കുന്നില്ലേ? അല്ലാതെ ഇവരൊക്കെ പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്കൊരു സംശയം. ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. ഇപ്പം മലയാളത്തിലെ ഗാനസാഹിത്യത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചത് നീലക്കുയിലാണല്ലോ, ജയരാഘവൻ മാഷ്. അതുവരെ ഈ ഹിന്ദി സിനിമയിലെ പാട്ടുകളുടെ അനുകരണങ്ങളായിട്ട് വരുന്ന അതിലത്തെ അതേ ട്യൂണുകൾ, വാക്കുകൾ മാത്രം, തൂ മേരാ ചാന്ദ് പകരം നീയൻ ചന്ദ്രന് എന്ന വാക്കുകൾ മാത്രം മാറ്റി വെച്ചിട്ടുള്ള പാട്ടുകളുടെ സ്ഥാനത്ത് നമ്മുടെ ഒരു മലയാള തനിമയോട് കൂടിയിട്ടുള്ള പാട്ടുകൾ കൊണ്ടുവന്ന രാഘവൻ മാഷ്, നീലക്കുയിൽ. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടോടി പാട്ടുകളായിരുന്നു. അദ്ദേഹം ക്ലാസിക്കൽ സംഗീതം പഠിച്ചിട്ടുള്ള ആളാണ്. അതേ സമയത്ത് തന്നെ നമ്മളുടെ ഈ വളരെ വിപുലമായ നാടോടി ഗാനസാഹിത്യത്തെപ്പറ്റി നല്ല ധാരണയുള്ള ആൾ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് പെട്ടെന്നൊരു അത്ഭുതമായിട്ട് വന്നു, ആളുകളെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കൊടുക്കുന്നില്ല. മുഴുവൻ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വ്യത്യസ്തമായ ചിലത്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ മലവെള്ള പ്രവാഹം മുഴുവൻ ഇന്ത്യയിലൂടെ കടന്നുപോയി. മൈക്കൽ ജാക്സൻ്റെ മാതൃകയിലും മഡോണയുടെ മാതൃകയിലും ഇന്നും ഒരു അനശ്വര ദീപമായ, ഒരു ദീപസ്തംഭമായി ലതാ മങ്കേഷ്കർ നിലനിൽക്കുന്നു. എത്ര വർഷങ്ങളായി? എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് അവരോട്. ഇന്നും അവർ പാടിയിട്ടുണ്ടെങ്കിൽ ഏത് തലമുറയും ഇരുന്ന് കേട്ടുപോകും. അവർ നമ്മുടെ സംഗീതത്തെ, ഈ ലളിത സംഗീതത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന അവരിലൂടെയാണ്. 60 കൊല്ലമായി കാണും പാടാൻ തുടങ്ങിയിട്ട്. അവർ ഈ മാറ്റത്തെ ഒരു ബഹളത്തിലേക്കും പോകാതെ ഇന്നും അവർ അവർ പാടാൻ തുടങ്ങുന്നുവെങ്കിൽ സിനിമയ്ക്കാകട്ടെ സ്റ്റേജിലാകട്ടെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് തലമുറകളുടെ ഭേദമില്ലാതെ ആളുകൾ വരും. അപ്പോൾ നമ്മൾ മുഴുവൻ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് അവർക്ക് പകരം വെച്ചു കൊടുക്കാനുള്ള, അവർക്ക് ഹൃദയസ്പർശിയായി തോന്നുന്ന, അവരുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്ന, അവർക്ക് കേട്ടാൽ തിരിച്ചറിയാൻ കഴിയുന്നതായിട്ടുള്ള സംഗീതം നമ്മൾ നൽകാൻ തയ്യാറാവണം.